മാഷെ, ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടി, മഹാരാഷ്ട്രയിലുള്ള ഒരു പുരുഷൻ, അവർ വിവാഹത്തിന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുക്കുന്നു. രണ്ട് ഇതര മതസ്ഥരാണ് രണ്ടുപേരും. എന്താണ് ഈ സന്ദേശം? മതം രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാവാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേരളമാണെന്ന്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്. അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവിടെയും അവരെത്തിയിരിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവ്വമത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവ്വമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട് മതത്തിൽ, പക്ഷേ എല്ലാ മതത്തിന്റെയും സത്ത ഒന്നാണെന്നാണ്. മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തെ മനുഷ്യൻ പൊതുവെ, സമൂഹം പ്രത്യേകിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ കേരള സ്റ്റോറി സിനിമയിലൊക്കെ മറ്റൊരു കേരളത്തെയാണ് അവർ വരച്ചു കാട്ടാൻ ശ്രമിച്ചത്. അതിനുള്ള മറുപടിയായി ഇത്തരം കാര്യങ്ങൾ മാറും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം. അതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും പറയാനുള്ളത്. ഇത്തരമൊരു വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ആശംസ അറിയിക്കണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കേരളത്തെപ്പറ്റി മറ്റു പല വ്യാഖ്യാനങ്ങളും പല കഥകളും വരുന്നുണ്ട്. പല പേരുകളിൽ കേരള സ്റ്റോറി എന്ന പേരിലൊക്കെ പല കഥകളും വരുന്നുണ്ട്. അതൊന്നുമല്ല യഥാർത്ഥ കേരളം. യഥാർത്ഥ കേരളം ഇത് ആണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ സംഭവത്തിലൂടെ, ഇതിലൂടെ മനസ്സിലാക്കേണ്ടതെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത്. ഏതായാലും ഇനി കാത്തിരിപ്പ് മൊണാലിസയ്ക്ക് വേണ്ടിയാണ്. മോനി ഭോസ്ലെ എന്ന മൊണാലിസ ഭോസ്ലേക്ക് വേണ്ടിയാണ്. അല്പസമയത്തിനകം അവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. അതിഥികൾ എത്തിയിട്ടുണ്ട്, കാഴ്ചക്കാർ എത്തിയിട്ടുണ്ട്. വലിയൊരു ആൾക്കൂട്ടമായി ഇവിടെ മാറിയിട്ടുണ്ട്. കാരണം ആ രീതിയിൽ പ്രശസ്തയാണ് മൊണാലിസ ഭോസ്ലെ. അവരെ കാണാൻ, വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ അവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.